അപ്പോൾ ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ എനിക്കൊപ്പം ഉള്ളത് നമ്മുടെ ഷിജോ വെട്ടിക്കുഴയാണ്. ഷിജോ വെട്ടിക്കുഴ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഇന്ന് പ്രധാനമായും പത്രങ്ങൾ ബജറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഉൾപേജിലും മുൻ പേജുകളിലുമെല്ലാം. മുൻ പേജ് തന്നെ കൗതുകകരമാണ്. ഓരോ പത്രങ്ങളും വി ഡി സതീശൻ്റെ കന്നി ബജറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ആ കൗതുകത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം. മലയാള മനോരമ വി ഡി സതീശനെ, മുഖ്യമന്ത്രിയെ ഒരു ഷെഫായി ചിത്രീകരിച്ചുകൊണ്ട് വിഭവ സമുദ്രം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മുൻ പേജ് പൂർണ്ണമായി എടുത്ത് ബജറ്റിനെ ചിത്രീകരിക്കുകയാണ്, വിശദാംശങ്ങൾ നൽകുകയാണ്. ഭാവി കേരളത്തിനായി ന്യൂജൻ രുചിക്കൂട്ടുകളുമായി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ബജറ്റ് എന്നാണ് മലയാള മനോരമ വിശേഷിപ്പിക്കുന്നത്. മിഷൻ സമുദ്രയും MSME ഗ്രോത്ത് സ്കീമും ഇൻവെസ്റ്റ് കേരള സെല്ല് മുതൽ പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ മെനുവിലുണ്ട്. വിഭവങ്ങൾ ഒരുക്കാൻ പണം കണ്ടെത്തുകയാണ് വെല്ലുവിളി എന്നും മലയാള മനോരമ പറയുകയാണ്. വിവിധ മേഖലകളിലെ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണമാണ് മുൻ പേജിൽ മലയാള മനോരമ ഇന്ന് നൽകിയിരിക്കുന്നത്. മാതൃഭൂമി എടുത്ത് പരിശോധിക്കുമ്പോൾ മാതൃഭൂമി ഒരു കപ്പിത്താനായി ചിത്രീകരിക്കുന്നു, വി ഡി സതീശനെ ക്യാപ്റ്റനായി ചിത്രീകരിക്കുന്നു. വി ഡി സതീശന് ദൂരദർശനം എന്നാണ് ബജറ്റിന് തലക്കെട്ട് നൽകുന്നത്. ഭാവിയെ ദർശിച്ചാണ് ബജറ്റിലെ ഓരോ പ്രഖ്യാപനവും. വിഭവ സമാഹരണത്തിനായി വിവിധ പദ്ധതികളുണ്ട് എന്ന് ദൂരദർശനം എന്ന തലക്കെട്ടിൽ നൽകുന്ന ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. ക്ഷേമമില്ല വികസന വഴിയെ എന്നാണ് മാതൃഭൂമിയുടെ ഒരു നിരീക്ഷണം. വലിയ ക്ഷേമ പദ്ധതികളില്ല, വികസനത്തിനായുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വി ഡി സതീശൻ തൻ്റെ ആദ്യ ബജറ്റിൽ എന്ന് മാതൃഭൂമി പറഞ്ഞു വെക്കുകയാണ്. കുതിക്കാൻ ആഴിയും ആകാശവും എന്ന് പറയുന്നു. ആകാശവും അനുകമ്പയും എന്നിങ്ങനെയുള്ള തലക്കെട്ടിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകി പോകുന്നുണ്ട്. വിശദമായി തന്നെ മുൻ പേജിൽ പരമാവധി വിശദാംശങ്ങൾ ബജറ്റുമായി ബന്ധപ്പെടുത്തി ഉൾക്കൊള്ളിക്കാൻ മാതൃഭൂമിയും ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാധ്യമത്തിൻ്റെ മുൻ പേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ മാധ്യമം തീരം തേടി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ബജറ്റിനെ ഇന്ന് സമീപിക്കുന്നത്. പ്രധാനപ്പെട്ട പദ്ധതികൾ അവർ എടുത്തു കാട്ടുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിൻ്റെ സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും, കേരളത്തെ തുറമുഖ നഗരമാക്കാൻ 400 കോടിയുടെ മിഷൻ സമുദ്ര 50 കോടിയുമായി ബജറ്റിൽ ഇടം നേടി ജെൻസിയും എന്നും പറയുന്നുണ്ട്. മാധ്യമത്തിൻ്റെ ചിത്രീകരണവും പരിശോധിക്കുമ്പോൾ കടലും കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും ഒക്കെ ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ തുറമുഖ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികളെ എടുത്തു കാട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മംഗളം മുൻപേജിൽ നൽകുന്നത് സ്വപ്ന ബജറ്റ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സമീപിക്കുന്നു. പദ്ധതികളേറെ, പക്ഷേ പണമില്ല, പണം കമ്മിയാണ് എന്നാണ് മംഗളം ബജറ്റിൽ പറയുന്നത്. വിശദാംശങ്ങളൊക്കെ നമ്മൾ മറ്റ് പത്രങ്ങളിൽ കണ്ടതിന് സമാനമാണ്. ദീപിക എടുത്ത് പരിശോധിക്കുമ്പോൾ കരപറ്റാൻ കടൽ വഴി എന്ന തലക്കെട്ടിൽ തന്നെ ഈ പ്രധാനപ്പെട്ട പദ്ധതികളിൽ തന്നെ ഈ മിഷൻ സമുദ്ര പോർട്ട് സിറ്റിക്ക് 400 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കടലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രീകരിക്കുന്നത് വാർത്തയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കരയിലും കടലിലും ആകാശത്തും സ്വപ്നങ്ങൾ എന്ന് പറയുന്നുണ്ട്. കേരളത്തെ ഏവിയേഷൻ ഹബ്ബാക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നലെ വി ഡി സതീശൻ തൻ്റെ ആദ്യ ബജറ്റിൽ നടത്തിയിരുന്നു. ഏവിയേഷൻ ഹബ്ബിന് 200 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. റബ്ബറിന് താങ്ങുവില 250 രൂപ, 200 ആയിരുന്നു അത്, 50 രൂപ കൂട്ടി 250 ആക്കി ഉയർത്തിയതടക്കമുള്ള വിശദാംശങ്ങൾ ദീപികയും പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം മുൻപേജ് വാർത്തയ്ക്കൊപ്പം നൽകുന്നതായി കാണാൻ കഴിയും. കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം എടുത്ത് പരിശോധിക്കുമ്പോൾ വീക്ഷണം ഏതാണ്ട് ഈ പത്രത്തെ പൂർണ്ണമായി തന്നെ ബജറ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയുന്നു. അതിൽ തന്നെ വി ഡി സതീശനെ മുൻ പേജിൽ ഒരു ക്യാപ്റ്റനായി ചിത്രീകരിച്ചുകൊണ്ട് കേരള ബജറ്റിൻ്റെ വിശദാംശങ്ങൾ നൽകുകയാണ്. വൺ കേരളം എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വൺ കേരളം കാരുണ്യം എന്നതടക്കമുള്ള പദ്ധതികൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ തന്നെ 25 ലക്ഷം രൂപ വരെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പരിരക്ഷ
പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസിൻ്റെ വിശദാംശങ്ങളൊക്കെയും എടുത്ത് കാട്ടുന്നുണ്ട്. രണ്ടാം പേജിലേക്ക് എത്തുമ്പോഴും ലക്ഷ്യം പുതുയുഗം കേരളം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ബജറ്റിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് എടുത്തു കാട്ടുന്നത്. വീക്ഷണവും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ ദേശാഭിമാനി സ്വാഭാവികമായും CPM-ന്റെ മുഖപത്രം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിക്കാട്ടുകയാണ്. പത്രത്തിൻ്റെ ദൗത്യം എന്ന് നമുക്ക് കാണാം. തൂക്കി വിൽപ്പന എന്നാണ് ഇതിന് തലക്കെട്ട് നൽകുന്നത്. കടലും മണലും മണ്ണും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ഷേമം പുറത്താണ് ഈ ബജറ്റിൽ നിന്ന്, ലക്ഷ്യം സ്വകാര്യമാണ് എന്ന് ദേശാഭിമാനി ആരോപിക്കുകയാണ്. ഇന്നലെ ബജറ്റിന് ശേഷം പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർ പ്രധാനമായും ആരോപണങ്ങളിൽ ഊന്നൽ നൽകിയത് ഈ ബജറ്റ് സ്വകാര്യവൽക്കരണത്തിന് വലിയ തോതിൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്വകാര്യവൽക്കരണത്തെ ഒളിച്ചു കടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റ് എന്നാണ്. അതാണ് ദേശാഭിമാനിയും ഇന്ന് എടുത്തു കാട്ടുന്നത്. ക്ഷേമവും വികസനവും കൈയൊഴിഞ്ഞു എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവനയും എടുത്തു കാട്ടുകയാണ് ദേശാഭിമാനി മുൻപേജിൽ. രണ്ടാം ഭൂപരിഷ്കരണം ആശങ്കാജനകമാണ് എന്ന CPIM-ന്റെ ആരോപണവും കുറ്റപ്പെടുത്തലും ദേശാഭിമാനി മുൻപേജിൽ എടുത്തു നൽകുന്നുണ്ട്. മലയാള മനോരമയുടെ ഉൾപേജുകൾ പരിശോധിക്കുമ്പോഴും ബജറ്റ് തന്നെയാണ് അവിടെയും കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പദ്ധതിയുണ്ട്, പണം എവിടെ എന്ന് ചോദിക്കുന്നു മലയാള മനോരമ. കഴിഞ്ഞ ബജറ്റും ഈ ബജറ്റും തമ്മിലുള്ള വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ എടുത്തു കാട്ടുന്നുമുണ്ട്. വലിയ പദ്ധതികൾ ഉണ്ടെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ബജറ്റിൽ പണം വകയിരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. മുൻ സർക്കാർ വരുത്തിയ ബാധ്യത 87,000 കോടി എന്നും ബജറ്റ് എടുത്ത് കാട്ടുന്നുണ്ട് എന്ന് മലയാള മനോരമ പറയുകയാണ്. മാതൃഭൂമിയുടെ ഉൾപേജ് 6-ാം പേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പ്രധാനപ്പെട്ട വാർത്തയാവുകയാണ്. DHS സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട ഡോക്ടർ റീന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് സമ്പാദിച്ച് ആ സ്ഥാനത്തേക്ക് വീണ്ടും എത്തുമ്പോൾ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ പകരം ചുമതലപ്പെട്ട ഡോക്ടർ മീനാക്ഷി ഇന്നലെ തയ്യാറായിരുന്നില്ല. അത് പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. വാർത്തയും വീക്ഷണം പേജിൽ മാതൃഭൂമിക്ക് ഇന്നും സമാനമായ സംഭവങ്ങൾക്കാണ് DHS ആസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആസ്ഥാനത്ത് സാധ്യതയുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ അധ്യാപക ക്രൂരത അവസാനിപ്പിക്കാൻ സംവിധാനം വേണമെന്ന ഹൈക്കോടതിയിൽ നിന്നുള്ളൊരു വാർത്തയും മാതൃഭൂമി ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നതായി കാണാം. മെഡിക്കൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ക്രൂരമായ അധ്യാപകർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നും അതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചെന്നും ഹൈക്കോടതി പറയുന്നു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ഉത്തരവിലാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം എന്ന് പറയുന്നു. മാതൃഭൂമി നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇറാൻ US അന്തിമ കരാർ ചർച്ച മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ്. അത് ലെബനനിൽ വീണ്ടും ഇസ്രയേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ US അന്തിമ കരാറിനുള്ള തുടർ ചർച്ചകൾ അത് മാറ്റിവെച്ചത് എന്ന് മാതൃഭൂമി നൽകുകയാണ്. കേരള കൗമുദിയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കുകയാണ്. എന്നാൽ ടെലിഗ്രാമിൻ്റെ പൂട്ട് പൊളിച്ച് വ്യാജ ചോദ്യപേപ്പർ ഇപ്പോഴും പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ഇത്തരത്തിൽ വ്യാജ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയ ഒരു 19-കാരൻ ജീപ്പിൽ പിടിയിലായി എന്നും കേരള കൗമുദി പറയുകയാണ്. ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻപേജിൽ ബജറ്റ് പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിക്കുന്നതായി കാണാം. ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, അല്ലെങ്കിൽ അവർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൾ എബൌട്ട് മണി എന്ന തലക്കെട്ടിൽ ബജറ്റുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസ് റിമെയിൻ ഓൺ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ഗവൺമെന്റ്സ് ആംബിഷ്യസ് പ്രോമിസസ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുകയാണ്. ഹിന്ദു എടുത്ത് പരിശോധിക്കുമ്പോഴും സതീശൻ ബാങ്ക്സ് ഓൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ ന്യൂ ഏജ് കേരള എന്ന തലക്കെട്ടിൽ ബജറ്റിനെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ചെയ്തു.